നമസ്തേ, ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സന്താനമില്ലായ്മ എന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. അനേക ദമ്പതിമാരെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ജ്യോതിഷപരമായിട്ട് എന്തൊക്കെയാണ് പരിഹാരങ്ങളെന്നൊക്കെ തേടിയിട്ടുണ്ട്. പക്ഷേ അതുപ്രകാരമാണ് നമ്മൾ ഇന്നൊരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുവാൻ തീരുമാനിച്ചത്. സന്താനമില്ലായ്മ, സന്താന ദുരിതം, സന്താനങ്ങളുടെ അകാല മരണം തുടങ്ങിയവയെല്ലാം നമുക്ക് ജാതകത്തിലൂടെ വായിച്ചറിയാൻ ജാതക വിശകലനത്തിലൂടെ അറിയാൻ സാധിക്കും. ജാതകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതെല്ലാം ജാതക പരിശോധനയിലൂടെ നല്ല ഉത്തമനായ ഒരു ജ്യോതിഷനെ കൊണ്ട് നമുക്കത് പരിശോധിപ്പിച്ചാൽ അറിയാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. സർപ്പശാപം, പിതൃശാപം, മാതൃശാപം, ബ്രാഹ്മണശാപം, പ്രേതശാപം തുടങ്ങിയവ സന്താന പ്രതിബദ്ധ കാരണമായിട്ടാണ് കണക്കാക്കി വരുന്നത്. പ്രശ്നമാർഗം എന്താണെന്ന് ചോദിച്ചാൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. അത് ഗ്രഹനിലയെപ്പറ്റിയും അങ്ങനെയുള്ള അനേക കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് പ്രശ്നമാർഗം. സന്താന പ്രതിബന്ധ കാരണമായി ഓരോ ഗ്രഹവും വന്നാൽ നമ്മുടെ പ്രശ്നമാർഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്താന പ്രതിബന്ധ കാരണമായി ഓരോ ഗ്രഹവും വന്നാൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, പ്രതിവിധികൾ എന്നിവ ആ ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഗ്രഹങ്ങളിൽ ദുഷ്ടസ്ഥാനം എന്ന് വെച്ചാൽ അനിഷ്ടസ്ഥാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 6, 8, 12 ഇതെല്ലാം അനിഷ്ടസ്ഥാനങ്ങളാണ്. ഈ അനിഷ്ടസ്ഥാനങ്ങളിൽ വന്നാൽ വിധിപ്രകാരം പ്രതിക്രിയ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സന്താനമില്ലാത്തവർക്ക് സന്താനം